പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്, ഓപ്ഷൻ ബി ബിപിൻ ചന്ദ്രപാൽ, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമാണ് 1932 കമ്മ്യൂണൽ അവാർഡും അതിനെ തുടർന്നുള്ള പൂന സന്ധിയും. വട്ടമേശ സമ്മേളനങ്ങളിൽ അധസ്ഥിതർക്ക് പ്രത്യേകം നിയോജക മണ്ഡലം വേണമെന്ന് വാദിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. 1932 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചു. കമ്മ്യൂണൽ അവാർഡിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയായിരുന്നു: ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തും. അധസ്ഥിത വർഗങ്ങളെ അഥവാ പട്ടികജാതിക്കാർ ന്യൂനപക്ഷ സമുദായമായി അംഗീകരിക്കുകയും അവർക്കായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. മുസ്ലിങ്ങൾക്ക് നിയമസഭയിലുള്ളത് കൂടാതെ പ്രത്യേക സമ്മതിദാനാവകാശം അനുവദിക്കുക. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വം അനുവദിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് അനുവദിക്കുക. എന്നാൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം നൽകിയത് ദേശീയ ഐക്യത്തിന് ഭീഷണിയാണെന്ന് കരുതി മഹാത്മാഗാന്ധി ശക്തമായി എതിർത്തു. 1932 സെപ്റ്റംബർ 20 ഗാന്ധിജി യർവാദ ജയിലിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ഇത് രാജ്യവ്യാപക ശ്രദ്ധ നേടിയിരുന്നു. അവസാനം ഡോക്ടർ ബി ആർ അംബേദ്കറും ഗാന്ധിജിയുടെ പ്രതിനിധിയായ മദൻ മോഹൻ മാളവിയയും തമ്മിലുള്ള ചർച്ചകളിലൂടെ ഒത്തുതീർപ്പുണ്ടായി. 1932 സെപ്റ്റംബർ 24 പൂന സന്ധി ഒപ്പുവെച്ചു. പൂന സന്ധി പ്രകാരം പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഒഴിവാക്കി. സംയുക്ത മണ്ഡലങ്ങളിൽ സംവരണം അനുവദിച്ചു. അധസ്ഥിത വിഭാഗക്കാരുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സംവരണ സംവിധാനത്തിന്റെ അടിസ്ഥാനമായി മാറിയത്.